ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുമ്പോൾ നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻകറിയും ചോറെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് അനിയനെ കാണാൻ വേണ്ടി വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകണം. അനിയൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് കൂന്തൽ കൂട്ടിയിട്ടില്ല, അതുകൊണ്ട് കൂന്തൽ വാങ്ങി. കൂന്തൽ കൂട്ടാത്ത ഏട്ടന് കുറച്ച് മുള്ളനും വാങ്ങി. ഉപ്പും മഞ്ഞളും ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കൂന്തൽ വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ കുറച്ച് മീൻ നമ്മൾ വറക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കൂന്തൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മീൻകറി ഞാൻ അടുപ്പത്താക്കിയിട്ടുണ്ട്. പിന്നെ കൂന്തലിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട്. കറിയെല്ലാം ഏകദേശം ആയതിനു ശേഷമാണ് ചോറിനുള്ള വെള്ളം വെച്ചത്. പിന്നെ മീൻ ഇതേ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു. കൂന്തൽ നമ്മൾ അധികം വെള്ളമില്ലാണ്ട് റോസ്റ്റ് പോലെയാണ് ആക്കിയെടുക്കുന്നത്. ഉള്ളിയൊക്കെ വഴണ്ട് വന്നപ്പോൾ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുന്നുണ്ട്. വഴണ്ട് വന്ന ഉള്ളിയിലേക്കും തക്കാളിയിലേക്കും നമ്മൾ കൂന്തൽ തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുക്കള പാത്രങ്ങളെല്ലാം കഴുകി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വരട്ടിയെടുത്ത കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീൻ വറുത്തത്, ചൂടുവെള്ളം, ചോറ്, മീൻകറി എല്ലാം സെറ്റായിട്ടോ. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം.